ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. ശ്ലോകം 7. സാക്വരോത്ഥ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹദീം പ്രദധാന പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപ ഭവന്തം. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ശാക്വരോത്ഥ ജഗതി ധൃതിഹാരി മൂർത്തിം ഏഷ ബൃഹദീം പ്രദധാന പങ്ക്തിം ആശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിം അവാപ ഭവന്തം. നമുക്ക് ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഥ അനന്തരം ശാക്വര പടുകൂറ്റനും ജഗതീധൃതഹാരി ലോകത്തിൻ്റെ ധൈര്യം കളയുന്നവനും ബൃഹദീം വലിയ മൂർത്തിം ശരീരം പ്രദധാന എടുത്തവനും ആയ ഏഷ ഈ അസുരൻ പശൂനാം പശുക്കളുടെ പങ്ക്തിം സമൂഹത്തെ ആശു വേഗത്തിൽ പരിഘൂർണ്യ ഓടിച്ചിട്ട് ഛന്ദസാം വേദങ്ങൾക്ക് നിധിം ഇരിപ്പിടമായിരിക്കുന്ന ഭവന്തം അങ്ങയെ അവാപ്യ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ശാക്വര അഥ ചേർത്തിട്ട് ശാക്വരോഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജഗതി ധൃതി ഹാരി ധൃതി എന്നുള്ളതിൻ്റെ ധൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മൂർത്തിം ഏഷ ചേർത്തിട്ട് മൂർത്തിമേഷ. ബൃഹദീം ബൃ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പ്രദധാന അവിടെ വിസർഗം. ധാന എന്നുള്ളതിൻ്റെ ധാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. പങ്ക്തിം കാത്ത എന്നാണ് തീ എന്നുള്ളത്. പങ്ക്തിം ആശു ചേർത്തിട്ട് പങ്ക്തിമാശു. പരിഘൂർണ്യ ഖു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പശൂനാം നീട്ടിയിട്ട് മുർക്കം. ഛന്ദസാം ചന്ത നായി പോരുത്. ഛന്ദസാം ഛ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. എന്ത് എന്നുള്ളത് നാദ് എന്നാണ്. ഛന്ദസാം നീട്ടിയിട്ട് മുർക്കം. നിധിം അവാപ ചേർത്തിട്ട് നിധിം അവാപ. നിധി എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തം ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സാക്വരോഥ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹദീം പ്രദധാന പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപ ഭവന്തം. അടുത്തത് 8ാമത്തെ ശ്ലോകം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയന്തം ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയഃ സുരലോകം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തുംഗ ശൃംഗ മുഖം ആശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദ് അഭിയം തം ഭദ്രരൂപം അഭി ദൈത്യം അഭദ്രം മർദ്ദയൻ അമദയ സുരലോകം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തുംഗശൃംഗമുഖം ഉയർന്ന കൊമ്പിൻ്റെ കൂർത്ത അറ്റത്തോടു കൂടിയവനും ആശു അഭിയന്തം വേഗം നേരിട്ടു വരുന്നവനും അഭിയം പേടിയില്ലാത്തവനും ഭദ്രരൂപം അപി അമംഗളനും കാളയുടെ രൂപമെടുക്കാത്തവനുമായ അഭദ്രം കാളയുടെ രൂപമെടുക്കാത്തവനുമായ തം ആ ദൈത്യം അസുരനെ രഭസാദ് വേഗം സംഗൃഹയ്യ പിടിച്ച് മർദ്ദയൻ മർദ്ദിക്കുന്നവനായി സുരലോകം ദേവസമൂഹത്തെ അമദയ അങ്ങ് സന്തോഷിപ്പിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം.
തുങ്ക ശൃംഗ മുഖം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ആശ്വഭിയന്തം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ തുംഗശൃംഗ മുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദ് അഭിയം. രഭ എന്നുള്ളതിൻ്റെ ഭാന്നും രഭസാദ് അഭിയം അഭിയം എന്നുള്ളതിൻ്റെ ഭീന്നും നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ രഭസാദ് അഭിയം തം ഭദ്രരൂപം അഭി. ഭദ്ര എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ദൈത്യം അഭദ്രം ഇവിടെ അതേപോലെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ ദൈത്യമഭദ്രം. മർദ്ദയൻ അമദയ അവിടെ വിസർഗം. ചേർത്തു ചൊല്ലുമ്പോൾ മർദ്ദയന്നമദയ. സുരലോകം ഇവിടെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സുര അങ്ങനെ വരും. രണ്ട് സാന്ന് വേണം. മർദ്ദയന്നമദയ സുരലോകം അങ്ങനെയും ചൊല്ലാം. അതേപോലെ മർദ്ദയൻ ദ മദ്ദളം എന്നൊക്കെ ഉള്ളതിലത്തെ ദ എന്നാണ്. രണ്ട് ദ എന്ന് ചേർന്നത് മെല്ലെ നൂന്നണം. മർദ്ദയൻ അങ്ങനെ. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയം തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.